ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുസഭയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ മക്കളെ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയോട് അധികമായ സ്നേഹമുള്ളതുകൊണ്ടും തിരുസഭയോട് അധികമായ സ്നേഹമുള്ളതുകൊണ്ടും ഈശോയുടെ തുടർച്ചയായും കൂദാശയായും തിരുസഭയെ കാണുന്നതുകൊണ്ട് തിരുസഭയെ അനുസരിക്കണമെന്നുള്ളതായ ആഴമേറിയ ബോധ്യത്തിൽ ഇന്ന് തിരുസഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ള പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിൻ്റെ ദുഃഖത്തിലാണ് ഇന്ന് സഭയെ സ്നേഹിക്കുന്ന, പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന പല മക്കളും. തീർച്ചയായും പൗരസ്ത്യ സഭകൾക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള പ്രബോധനമനുസരിച്ച് വിശ്വാസികളുടെ അവകാശമാണ് സഭ പറയുന്നത് പോലെയുള്ള പരിശുദ്ധ കുർബാന ലഭിക്കുക എന്നുള്ളത്. ദൈവജനത്തിന് തിരുസഭ പുരോഹിതരെ ഭരമേൽപ്പിച്ചിട്ടുള്ള പരിശുദ്ധ കുർബാന നൽകുക എന്നുള്ളത് പുരോഹിതരുടെയും കടമയാണ്. പക്ഷേ ഇന്ന് പ്രത്യേക സാഹചര്യത്തിൽ അത് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുകയാണ്. അവിടെ അതീവ ദുഃഖിതരായിരിക്കുന്ന സഭ അംഗീകരിച്ചിട്ടുള്ള പരിശുദ്ധ കുർബാനയെ പങ്കെടുക്കാൻ സാധിക്കാത്തവരായ സഹോദരങ്ങളെ, നമ്മൾ അറിയാതെ പിശാചിൻ്റെ കെണിയിൽ പെട്ടുപോകരുത്. നമ്മൾ ഓർക്കണം, നമ്മളിപ്പോൾ ദൈവത്താൽ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതാണ്. ദൈവം നമ്മളെ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആദ്യം ഓർക്കേണ്ട കാര്യം, ഇത് സഭയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന ചില പുരോഹിതരുടെ തെറ്റായ നടപടി മൂലം ഉള്ളതുകൊണ്ട് അവർക്കെതിരായിട്ടുള്ളതായ ഒരു പ്രശ്നമല്ല ഇത്. മറിച്ച് ഇവിടെ തിരുസഭയെ നശിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്ന സാത്താൻ്റെ തന്ത്രങ്ങൾക്കെതിരായിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. പരിശുദ്ധ കുർബാനയെ നശിപ്പിച്ചുകൊണ്ട് തിരുസഭയിൽ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സഭയെ നശിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്ന അന്ധകാര ശക്തിക്കെതിരായി നമ്മൾ എല്ലാ ആയുധങ്ങളും എടുക്കണം. ഓർക്കുക, സഭയ്ക്കെതിരായി പരിശുദ്ധ കുർബാനയ്ക്കെതിരായി നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് സാത്താൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സിനഡിന്റെ തീരുമാനം അത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന പച്ചക്കള്ളമുണ്ട്. ചർച്ച ചെയ്യാതെ എങ്ങനെയാണ് പരിശുദ്ധ കുർബാനയിലെ ചില പ്രാർത്ഥനകൾ ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല, ആവർത്തനങ്ങൾ ഒഴിവാക്കാം, വിശ്വാസപ്രമാണം സൗകര്യമില്ലെങ്കിൽ സമയമില്ലെങ്കിൽ ചൊല്ലണ്ട തുടങ്ങിയ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ചർച്ച നടന്നിട്ടുള്ളത് കൊണ്ടാണ്. ചർച്ചയില്ലായിരുന്നുവെങ്കിൽ സമ്പൂർണമായ അൾത്താരയ്ക്ക് അഭിമുഖമായ കുർബാനയാകുമായിരുന്നു സിനഡ് മുന്നോട്ട് വയ്ക്കുക. ചർച്ചയില്ലായിരുന്നുവെങ്കിൽ ഒരു തരത്തിലുള്ളതായ ഒത്തുതീർപ്പിന് തയ്യാറാകില്ല. ഒത്തുതീർപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ചർച്ച നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതായ പച്ചക്കള്ളം ഇന്ന് ഒളിഞ്ഞിരിക്കുകയാണ്. അതുപോലെ മാധ്യമങ്ങളുടെ വ്യാപകമായ സ്വാധീനത്തിൽ തുടർച്ചയായി വികാരിയച്ഛനെ ധിക്കരിച്ചുകൊണ്ട്, സഭയെ ധിക്കരിച്ചുകൊണ്ട് ഏകദേശം 12 മണിക്കൂറിലധികം തുടർച്ചയായി പുരോഹിതരെ ജനാഭിമുഖ ബലിയർപ്പണം ശരിയായ നിയോഗം പോലുമില്ലാതെ ചൊല്ലിയപ്പോൾ സഭ അംഗീകരിക്കുന്ന കുർബാന കപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി തലേദിവസം വന്ന വിശ്വാസികൾ, തീക്ഷ്ണതയുള്ള പ്രേക്ഷിതർ ബലിപീഠം ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചു. പക്ഷേ മാധ്യമങ്ങൾ എന്ത് ചെയ്തു? 2 രീതിയിലുള്ള കുർബാന നടക്കുന്നു, ബലിപീഠങ്ങൾ തള്ളിമാറ്റി എന്നുള്ളതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. പക്ഷേ ഇന്ന് സത്യം മനസ്സിലായിട്ട് വരുന്നു, ബലിപീഠങ്ങൾ മാറ്റിയതല്ല, മറിച്ച് പുരോഹിതർ തുടർച്ചയായി സഭയുടെ അംഗീകാരമില്ലാതെ ധിക്കാരത്തിന്റെ സ്വരമായിട്ട് പരിശുദ്ധ കുർബാന തുടർച്ചയായിട്ട് അർപ്പിച്ചപ്പോൾ അതിനെ തടയുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന്. അങ്ങനെ നുണകളുടെ ചങ്ങലകളുടെ കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സങ്കടം സഹിക്കാതെ, വേദന സഹിക്കാതെ പറ്റാത്തത് കൊണ്ട് നമ്മൾ സാത്താൻ്റെ കെണിയിൽ പെട്ടുപോകരുത്. മറിച്ച് നമ്മൾ ചിന്തിക്കണം, സാത്താനെതിരായിട്ട് നമ്മൾ യുദ്ധം ചെയ്യുകയാണ്. എങ്ങനെയാണ് ആ യുദ്ധം ചെയ്യേണ്ടത്? സഭ അംഗീകരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത വേദനയോടുകൂടി പുതിയ കുർബാനക്രമത്തിന്റെ പുസ്തകം വായിച്ചുകൊണ്ട്, പുസ്തകം സ്വന്തമാക്കിക്കൊണ്ട് നമ്മൾ ദേവാലയത്തിലേക്ക് പോകണം. സക്രാരിയുടെ മുമ്പിൽ ആ കുർബാന പുസ്തകം തുറന്നുകൊണ്ട് അരൂപിക്കടുത്ത വിധം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. അരൂപിക്കടുത്ത വിധം പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. അതെ, അത് വളരെ ക്രിയാത്മകമായ, ഭാവാത്മകമായ, സാത്താൻ്റെ ശക്തിയെ കെടുത്തിക്കളയുന്ന ഒരു വലിയ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ
ആയുധമാണെന്ന് നമ്മൾ ഓർക്കണം. അതുവഴി എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ഏകാന്തതയിൽ ആരുമില്ലാതെ ദുഃഖിതരായിരിക്കുന്ന സക്രാരിയിലെ ഈശോയ്ക്ക് നമ്മൾ ആശ്വാസം പകരുകയാണ് അവിടെ ചെയ്യുക. അതോടൊപ്പം ഇങ്ങനെ അരൂപിക്കെടുത്ത പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അത് പങ്കെടുക്കുന്നത് വഴി ആന്തരിക സൗഖ്യത്തിലേക്ക് വരികയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ശാന്തമായിക്കൊണ്ട് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക്, എതിർപ്പുകൾക്കൊക്കെ ശരിയായുള്ള ഉത്തരം നൽകാനായിട്ട് സാധിക്കുകയാണ്. വിമർശനങ്ങൾക്ക് ഉൾദർശനങ്ങളോടുകൂടി ഉത്തരം നൽകാനുള്ള ദർശനങ്ങളിലേക്ക് ഈ ഏകാന്തതയിലൂടെയുള്ള അരൂപിക്കെടുത്ത പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നതിലൂടെ ലഭിക്കുന്നു. മാത്രമല്ല, നമ്മൾ പ്രത്യേകം ഓർക്കണം, വിശുദ്ധ യോഹൻ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുക പരിശുദ്ധ അമ്മയെപ്പോലെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധ അമ്മ നിരന്തരം ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു, ഓർമ്മകളിലേക്ക് പോവുകയായിരുന്നു. പെന്തക്കോസ്താക്ക് ശേഷം അമ്മ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് പോയിട്ടില്ല. ഒരർത്ഥത്തിൽ അമ്മ അവിടെ അരൂപിക്കെടുത്ത പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയായിരുന്നു. അങ്ങനെ അമ്മയോട് ചേർന്ന്, അമ്മയോടൊപ്പം രഹസ്യങ്ങളെ ആന്തരികമായിട്ട് ദർശിച്ചുകൊണ്ട് അരൂപിക്കെടുത്ത വിധത്തിലുള്ളതായ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. അതുവഴി സാത്താൻ്റെ ചങ്ങലകളെ പൊട്ടിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും. മാത്രമല്ല, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മുടെ വേദനയെ കാഴ്ചവെക്കണം. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് എന്താണ്? സ്വർഗമുണ്ടെന്നറിയാം, സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നറിയാം. പക്ഷേ അതിനുവേണ്ടി അവർ സഹിക്കുകയാണ്, ശുദ്ധീകരിക്കപ്പെടുകയാണ്. എങ്കിൽ നമ്മൾക്കും സഭ അംഗീകരിക്കുന്ന കുർബാനയോടുകൂടി ഐക്യത്തിലേക്ക് കടന്നു വരുമെന്നും സഭ അംഗീകരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നുള്ളതായ വിശ്വാസം നമുക്കുണ്ട്. പക്ഷേ അതിൻ്റെതായ വേദനയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ട്. ഈ വേദനയും അസ്വസ്ഥതയും ഒക്കെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അനുഭവിക്കുന്ന വേദനയായിട്ട് കണ്ടുകൊണ്ട് ഈ സഹനങ്ങളെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുക. തീർച്ചയായും അവർ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കർത്താവ് എങ്ങനെയാണ് ബലിയർപ്പിച്ചത്? പുരോഹിതരും പട്ടാളക്കാരും ഈശോയെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചപ്പോൾ ആ പീഡനങ്ങളെ ഈശോ ബലിയാക്കി മാറ്റുകയാണ്. എങ്കിൽ ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഭൂരിപക്ഷം ഒരുപക്ഷെ നമ്മളെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും നമുക്കുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ സ്വീകരിക്കുക, ഈശോയുടെ ബലിയോട് ചേർത്ത് ബലിയായിട്ട് സമർപ്പിക്കുക. തീർച്ചയായും അത് സഭയ്ക്കെതിരെ നിൽക്കുന്ന, സഭ അംഗീകരിക്കുന്ന പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് തയ്യാറാകാത്തവർക്ക്, അതിനുവേണ്ടി തെറ്റായ വഴികളും നുണകളും ഗുണ്ടായുസ്സും ഒക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് അത് മാനസാന്തരത്തിലേക്ക് അവർ കൊണ്ടുവരുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ വേദനകളെ ശുദ്ധീകരണ ആത്മാക്കൾ അനുഭവിക്കുന്ന വേദനയായിട്ട് കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി കാഴ്ചവെക്കുക. ഒരുപക്ഷെ അതിനേക്കാൾ ഉപരിയായി ഈശോ ബലി അർപ്പിച്ചത് പട്ടാളക്കാരെ ഏൽപ്പിച്ച പീഡനങ്ങളെ ബലിയാക്കി മാറ്റിക്കൊണ്ടാണെങ്കിൽ, ഇന്ന് സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, പരിശുദ്ധ കുർബാനയുടെ ദർശനത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, തിരുസഭയെ സ്നേഹിച്ചുകൊണ്ട് തിരുസഭയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ഒറ്റപ്പെടുത്തലുകൾ, വിമർശനങ്ങൾ, കളിയാക്കലുകൾ, തരം താഴ്ത്തലുകൾ എല്ലാം തന്നെ ഈശോയുടെ പീഡ അനുഭവങ്ങളോട് ചേർത്ത് കാഴ്ചവെക്കുമ്പോൾ അത് നമ്മുടെ ജീവിത ബലിയായിട്ട് തീരുകയാണ്. അങ്ങനെ അന്ധകാര ശക്തികളെ തോൽപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാറ്റിലുപരിയായി നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരായിട്ട് തീരുകയാണ്. ഓർക്കുക, ഈശോ മിശിഹ ആദ്യം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പോലും അസ്വസ്ഥതയായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. ഈശോ ഗാഗുൽത്തായ ബലിയർപ്പിച്ചപ്പോഴും ആർക്കും അത് മനസ്സിലായില്ല. അവിടെ അന്ധകാരമായിരുന്നു, ഭൂമികുലുക്കമായിരുന്നു. എന്നതുപോലെ ഇന്നും അത് സഭയിൽ തുടരുന്നുണ്ട്. പരിശുദ്ധ കുർബാന ഭൂമികുലുക്കങ്ങളും പരിശുദ്ധ കുർബാന അന്ധകാരം എവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ ഈശോയെപ്പോലെ ബലിയർപ്പിക്കുക, പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാവുക. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന് ഓർത്തിരിക്കാനായിട്ട് സാധിക്കട്ടെ. സ്നാപക യോഹന്നാൻ ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞെങ്കിൽ, ഇന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി സഹിച്ചുകൊണ്ട് സഭയെ ഐക്യത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി ദൈവത്താൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് സഭ അംഗീകരിക്കുന്ന പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന തിരുസഭയുടെ മക്കൾ. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.